എൻ്റെ പേര് റസാഖ്. ഞങ്ങൾ ഖത്തറിലാണ് സെറ്റിൽഡ്. ഞങ്ങളുടെ വീട് വരുന്ന ലൊക്കേഷൻ പറവൂരാണ്, നോർത്ത് പറവൂരാണ്. വീട് എന്നുള്ളൊരു സ്വപ്നം തന്നെയായിരുന്നു. ആ സ്വപ്നം സാക്ഷാത്കരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ആരെയും കൊണ്ട് ഏൽപ്പിക്കുന്നത്, ആർക്ക് ഞങ്ങളത് കൊടുക്കും എന്നുള്ളൊരു ഡിസ്കഷൻ നടക്കുന്ന സമയത്താണ് ആർട്ടിസ്റ്റിലേക്ക് വരുന്നത്. റോണിയായിട്ട് ഡിസ്കസ് ചെയ്തതിനു ശേഷം ആളുടെ കൊട്ടേഷൻ ആയാലും ഈവൻ മെറ്റീരിയലിൻ്റെ സ്പെസിഫിക്കേഷൻ ആയാലും ബാക്കിയുള്ള എല്ലാ ഗൈഡ് ലൈൻസും ഞങ്ങൾക്ക് അത് ഓക്കെ ആയിരുന്നു. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് എന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. ആഫ്റ്റർ വർക്കിന് ശേഷം ഞങ്ങൾ ഈ വീട് വന്ന് കാണുന്നത്. എല്ലാ കാര്യങ്ങളും റോണിൻ്റെ എൻ്റെ ടീമിലാണ് ഞങ്ങൾ ഈ വീടുകളെല്ലാം നോക്കി ഓൺ വീട് പോലെ കാര്യങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത്. ഞങ്ങൾ പറഞ്ഞ റിക്വയർമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു മിനിമൽ ലുക്കായിരുന്നു ഞങ്ങൾക്ക് വേണ്ടത്. അതനുസരിച്ച് തന്നെ ആർട്ടിസ്റ്റിൻ്റെ ടീം തന്നെ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ലിവിംഗ് റൂമിൽ ഒരു TV യൂണിറ്റ് ഞങ്ങൾ അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ലൈറ്റ്സ്, അതിൻ്റെ ഇൻറ്റീരിയൽ മാച്ച് ആവുന്ന പെയിൻറ്റിങ്, ദെൻ പാനൽ, അതിനോടൊപ്പം തന്നെ ഒരു കോർട്ടിയാർഡ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് വരികയാണെങ്കിൽ ഡൈനിങ് ടേബിളിലും ഇതുപോലെ തന്നെ ചെറിയൊരു പാനൽ വർക്ക് മുകളിൽ കൊടുക്കാൻ പറഞ്ഞു. പിന്നെ പ്രെയർ റൂമിലേക്ക് പോകുന്ന സ്ഥലത്ത് ഒരു പാർട്ടീഷൻ, ദെൻ പ്രെയർ റൂമിൻ്റെതായ ഒരു ആംബിയൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ തന്നെ വരുന്നത് ഒരു വാഷിംഗ് യൂണിറ്റ് വരുന്നുണ്ട്. കിച്ചൺ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് വേണമെന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഗ്രേയും ഒരു വുഡൻ തീമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ കൂടുതൽ കബോർഡ്സ് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റോറേജിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ റോണിയുടെ സജഷൻ ആയിരുന്നു അവിടെ കോഡ്സിൻ്റെ അതുപോലെ അതും ചെയ്തിട്ടുണ്ട്. ടൈലിട്ടേക്കണ ഒരു വൈറ്റ് ആണ്, അതും ആ കോഡ്സിന് മാച്ച് ആയിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. സ്റ്റെയർ കയറി വരുന്ന ഏരിയയിലൊക്കെ ഒരു ടെക്സ്ചർ വർക്ക് സെപ്പറേറ്റ് ഞങ്ങൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചായിരുന്നു. ആ ടെക്സ്ചറിൻ്റെ ഒരു വർക്ക് ഫീൽ വേണമെന്നുള്ളത്. പിന്നെ മുകളിലേക്ക് കയറി വരുമ്പോൾ ഒരു അപ്പർ ലിവിംഗ് റൂം ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെയും ഈ പറഞ്ഞ പോലെ ഒരു കോംബോ ആണ് ഇട്ടേക്കുന്നത്. ഈവൻ പെയിൻറ്റിങ് ആയാലും അതിൻ്റെ ഡിസൈൻസ് ആയാലും ഈവൻ ലൈറ്റ്സിങ് ആയാലും എല്ലാം ആ ഒരു രീതിയിൽ തന്നെ ചെയ്തു പോയിരുന്നത്. 3 ബെഡ്റൂമിലും 3 ഡിഫറെൻറ്റ് പാനലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ കബോർഡ്സ് ആണെങ്കിലും കൂടുതൽ സ്റ്റോറേജ് വേണമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഒരു ഫുൾ മിററായിട്ട് തന്നെ വേണമെന്ന് പറഞ്ഞിരുന്നു. അത് കൂടുതൽ അവർ ഭംഗിയായിട്ട് തന്നു. ഒരു ഗോൾഡൻ ഫ്രെയിമൊക്കെ ചെയ്ത് കൂടുതൽ ഭംഗിയാക്കി തന്നു. അതുപോലെ ഡ്രസ്സിങ് യൂണിറ്റ് ആണെങ്കിലും 2 ബെഡ്റൂമിൽ ഡ്രസ്സിങ് യൂണിറ്റ് ഉണ്ട്. അതും കുറച്ച് സ്റ്റോറേജും ആ മിററും എല്ലാം പാനലൊക്കെ ചെയ്തിട്ട് അവർ ഭംഗിയാക്കി തന്നിട്ടുണ്ട് 3 റൂമിൽ. മുകളിലെ ബെഡ്റൂം ചെയ്തിരിക്കുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ്. അവരുടെ പാനലാണെങ്കിലും ഒരു ഗ്രേ കോമ്പിനേഷൻ. അതിന് മാച്ചായിട്ട് തന്നെ ബെഡിൻ്റെ ഫ്രെയിമും ഹെഡ് ബോർഡും ഗ്രേ കളർ അവർ കൊടുത്തിട്ടുണ്ട്. 2 കബോർഡ്സിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു സ്റ്റഡി യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ആൻഡ് വുഡ് കോമ്പിനേഷനിൽ അതിൽ 2 ഡ്രോയറും കൊടുത്തിട്ടുണ്ട്. പിന്നെ മുന്നേ ചെയ്തിരുന്നത് വേറൊരു കോമ്പിനേഷൻ ആയിരുന്നു, വേറൊരു പാനലായിരുന്നു. അത് അവർ മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചേഞ്ച് ചെയ്തു. അവർ തന്നെ ക്ലിയർ ചെയ്തു, നന്നായിട്ട് ചെയ്തു തന്നിട്ടുണ്ട് രണ്ടാമത്. ആർട്ടിസ്റ്റിന് ഞങ്ങൾക്ക് കിട്ടുന്നത് ഞങ്ങൾ കണക്ട് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ത്രൂ ആണ്. ആ ഒരു ടൈമിലാണ് ആർട്ടിസ്റ്റിനെ ഞങ്ങൾ കണക്ട് ചെയ്യുന്നത്. ആ സമയത്താണ് റോണിയായിട്ട് ഫോൺ ത്രൂ സംസാരിക്കേണ്ട ഒരു സാഹചര്യം വന്നു. ആ സമയത്ത് റോണിയുടെ സജഷനും റോണിയുടെ ഒരു സംസാരവും എല്ലാം കൊണ്ട് ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞങ്ങൾ ആളെ വർക്ക് ഏൽപ്പിച്ചത്. പക്ഷെ അതിനുശേഷം ഈ നിമിഷം വരെ റോണി അത് നല്ല രീതിയിൽ തന്നെ അത് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ റിക്വയർമെൻറ്റ്സ് ആയാലും ഞങ്ങൾക്ക് വേണ്ട റിക്വയർമെൻറ്റും ഒരുപടി മുകളിൽ തന്നെ റോണി കാര്യങ്ങളെല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ സജഷൻ റിയലി അപ്രീഷിയേറ്റഡ് ആയിരുന്നു. കാരണം ഞങ്ങൾ വേണ്ട ടീമിനെക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സജഷൻ ഞങ്ങൾക്ക് തന്നു. ആ രീതിയിൽ തന്നെ റോണിയെല്ലാം ചെയ്ത് തന്നിട്ടുണ്ട്. അതിലെല്ലാം ആർട്ടിസ്റ്റിൻ്റെ എല്ലാ ടീമിനോടും ബിഗ് താങ്ക് യു.